ഹലോ ഗായ്സ്. സോ ഡീമോൺ സ്ലെയർ ഇൻഫിനിറ്റി ക്യാസൽ, എന്താ പറയണ്ടേ, എൻ്റെ മോനെ, അനിമേഷനാണെന്ന് പറഞ്ഞിട്ട് ഫിലിം എടുത്ത് വെച്ചേക്കണം അവന്മാർ. തുടക്കത്തിലൊരു ഒരൊറ്റ ഫ്രെയിം കാണിക്കും. തുടങ്ങണ ടൈമിൽ എൻ്റെ ഒരൊറ്റ ഫ്രെയിം കണ്ടപ്പോൾ ഓണസ്റ്റ്ലി ഞാൻ വിചാരിച്ചു ഒരു ഹോളിവുഡ് സിനിമയാണെന്ന്. നോർമലി ഒരു ഫിലിം ഉണ്ടല്ലോ, ആ ഫിലിം ആണെന്ന് വിചാരിച്ചു ആ ഒറ്റ ഫ്രെയിം കണ്ടപ്പോൾ. അത് എന്താ പറയുക, അനിമേഷൻ്റെ ഒരു ക്വാളിറ്റി, ഒരു അനിമേറ്റഡ് സീരീസ് കണ്ടിട്ട് ഇത്രയും ഒരു എന്താ പറയുക, ഒരു രോമാഞ്ചമൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എത്ര ഫ്രെയിം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഒറ്റ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് നോക്കിയപ്പോൾ എത്രയും 3.5 വർഷം കണ്ടെടുത്തു എന്നാണ് പറയണത് ഈ ഒരു ഫിലിം ഒന്ന് റെൻഡറായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പൊന്നോ, ക്വാളിറ്റി അവർ ആ ചെയ്ത പണിയുള്ള ഒരു ഔട്ട്പുട്ട്, പണി എടുത്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഈ ഒരു ഫിലിമിലുണ്ട്. കിടിലൻ ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലൻ ഫിലിം. ആ അനിമേഷൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന്, അനിമേഷൻ എന്താണെന്നുള്ളത്, അനിമേ എന്ന് പറയുന്നത്, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കാർട്ടൂൺ ആൻഡ് അനിമേഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക്, ഇപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ ഒരു ഫിലിം പോയി കാണാം. ബട്ട് ഇതിൻ്റെ മുമ്പത്തെ കുറേ സീരീസ് പോലെ നാല് നാല് സീരീസ് എങ്ങാണ്ടുണ്ട്. അത് കാണാണ്ട് ഇത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ കഥ നിങ്ങൾക്ക് മിസ്സാവും. ഡയറക്റ്റ് പോയി കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറേ സ്റ്റോറി ഉണ്ട്, ഇതിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് കാണാതെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തമില്ലാത്ത രീതിയിൽ ഇരുന്ന് കാണേണ്ടി വരും. ബട്ട് ഡിസപ്പോയിൻമെൻറ്റ് എന്നൊരു സംഭവം ഇല്ല. ഇറ്റ്സ് അമേസിങ്. കിട്ടിയില്ല ഫിലിം എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല ഫിലിം. കുറേ കോൺവെർസേഷൻസ് വരുന്നുണ്ട് ഈ ഫിലിമിൽ, കുറേ ഇമോഷണലി കുറേ ബാക്ക് സ്റ്റോറീസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ബോറടിക്കും. ബട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് മുഴുകിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകണേ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി അതിൽ ഇനി എന്തുണ്ടാവുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ബോറടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയ രീതിയിൽ ആ കോൺവെർസേഷൻസ് കുറച്ച് അധികം വന്നുകൊണ്ട് കുറച്ച് ബോറടി എനിക്കും ഫീൽ ചെയ്തു. ബട്ട് നമ്മൾ സബ് ടൈറ്റിലൊക്കെ വായിച്ചിട്ടല്ലേ കാണണേ, അപ്പോൾ കുറച്ച് ഒന്ന് ലാഗ് തോന്നിയാലും നമുക്ക് കുറച്ചധികം ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ചെറുതായിട്ട് എനിക്കും ഫീൽ ചെയ്തു. ബട്ട് അതിൻ്റെ ഇടയിൽ കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരും. അയ്യോ, അത് നമ്മളെ ശരിക്കും എൻഗേജിങ് ആയിട്ട് ഇരുത്തേണ്ട ഒരു സംഭവമാണ്. ഞാൻ സെനിറ്റ്സുവിൻ്റെ എൻട്രി എന്ന് വെച്ചാൽ പുള്ളിക്കാരന് അവസാനത്തെ ആ ഒരു സീരീസിൽ നല്ല ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് ആളുടെ ആ ഒരു എൻട്രി, ആ ഒരു ഇൻഫിനിറ്റി ക്യാസിലേക്കുള്ള ഒരു എൻട്രി നല്ലൊരു ഹൈപ്പ് കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു എൻട്രി ഞാൻ കുറച്ച് അധികം ഭയങ്കര ഹൈപ്പിലൂടെ തന്നെ തുടങ്ങുമെന്നാണ് വിചാരിച്ചത്. ബട്ട് പുള്ളി ഒരു സിമ്പിളായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്, എൻ്റെ പൊന്ന്, രോമാഞ്ചടിച്ചു. ഒരു അനിമേറ്റഡ് പടം കണ്ടിട്ട് രോമാഞ്ചം വന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രയും കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. കാഞ്ചി താഞ്ചിറോടെ ഒരു ഫൈറ്റ് സീക്വൻസും, താഞ്ചിറോ ആൻഡ് ഗെന്യു കോംബോയിലൊരു ഫൈറ്റ് സീക്വൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ, അയ്യോ അവൻ്റെ പേരെന്തുവായിരുന്നു, ഇനോസൂക്കയുടെ നല്ല ഒരു കോമഡി ടൈപ്പ് തമാശ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫിലിമിൽ കൂടുതലും എന്താ പറയുക, കുറേ ബാക്ക് സ്റ്റോറീസ് ഉണ്ട് ഇതിൽ കാണിക്കുന്നത്. കുറേ ബാക്ക് സ്റ്റോറീസ്, അവരുടെ മെമ്മറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്ന രീതിയിൽ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇങ്ങനെ കാണിച്ച് പോകണമെന്നുണ്ട്. കുറേ ഇമോഷണലി ആയിട്ട് കുറേ സംഭവങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോകും. അതൊക്കെ കണ്ട് ഒരു അനിമേഷൻ കണ്ടിട്ട് ഇത്രയും ഇമോഷണൽ ആവാന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അതൊരു പടത്തിൻ്റെ ക്വാളിറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. കണ്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അനീമെ ഒരുപാട് കാണുന്ന ഒരു ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്രയും കിഡിലൻ ഒരു അനിമേഷൻ വേറൊരു അനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ആ ഒരു അത്രയും വർഷത്തെ ആ ഒരു എന്താ പറയുക, ഔട്ട്പുട്ട് ഇതിൽ കറക്റ്റായിട്ട് എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയെന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്തു, കാരണം ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂസിക് നിൽക്കും. കംപ്ലീറ്റ്ലി മ്യൂസിക് അവർ എന്താ മ്യൂട്ട് ചെയ്തിട്ട് കുറേ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ തൊട്ടടുത്തിരിക്കണവന്മാർ, ഒരുത്തൻ ഗേൾഫ്രണ്ട്, എൻ്റെ തൊട്ടടുത്തിരിക്കണവൻ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് കലിപ്പ് വന്നിട്ട്, പിന്നെ ഒരുത്തൻ ബാക്കിൽ ഇരുന്നിട്ട് സീറ്റ് ഇങ്ങനെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിക്ക് ചെയ്യാണ്. പിന്നെ വേറെ ഒരുത്തൻ പോപ്കോൺ തിന്നുകൊണ്ട് വായൊന്ന് അടച്ചു വെച്ചിട്ട് തിന്നൂടെ, അവൻ ചാവച്ച് 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 ആ സൗണ്ട് മൊത്തം കേൾക്കുന്നുണ്ട്. ഒന്ന് ആ ഒരു സൈലൻസ് ആയതുകൊണ്ടേ തിയേറ്ററിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു നോയ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിയേറ്റർ മൊത്തം കേൾക്കും. ആ ഒരു രീതിയിൽ
അത്രയും സൈലൻ്റ് ആയിട്ടാണ് ഈ പടത്തിൽ കുറേ ഭാഗങ്ങൾ വന്നേക്കണേ. കുറേ കോൺവെർസേഷൻസ് വരുന്ന ഇടയിൽ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അവിടെ. അതേപോലെ അങ്ങനെ കുറേ ഡിസ്റ്റർബൻസുകൾ എനിക്ക് ഫീൽ ചെയ്തു തിയേറ്ററിൽ കേട്ടോ, ഫിലിമിലല്ല, തിയേറ്ററിൽ ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആ പടത്തിൽ എന്നിട്ട് ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ ആ പടം തന്നെ കണ്ട് ഇരുന്നു. പിന്നെ അതിൽ മുഴുകിയിരുന്നപ്പോൾ സെറ്റ് എല്ലാം ഓക്കെയാണ്. പടം കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. അതിനുള്ള പടം ഉണ്ട് എന്തായാലും. അനിമേഷൻസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണുക. അനിമെ താല്പര്യമില്ലാത്തവർ പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു അനിമെ സ്റ്റാർട്ട് ചെയ്യ്, എന്നിട്ട് പോയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ട് പോയിട്ട് അതിനെ കുറ്റം പറയണേക്കാട്ടും നല്ലത് കാണാണ്ടിരിക്കണതാണ്. സോ ഓവറോൾ ഒപ്പീനിയൻ വർത്ത് വാച്ചാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. പൈസ പോയിട്ടില്ല, പൈസ പോയില്ല, ഭാഗ്യം. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു അനിമേഷൻ തിയേറ്ററിൽ പോയി കാണണേ. സോ പൈസ പോയില്ല എന്തായാലും. കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടൈം ഈസ് വർത്ത് ആണ് എന്ന് ഞാൻ പറയും. സോ കാണാത്തവർ പോയി കാണുക, കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.